ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ 2-ൻ്റെ 5th പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. ഏതാണ്? അബ്സോർപ്ഷൻ ബിഗിൻസ്. ആഗിരണം ആരംഭിക്കുന്നു. ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ബിഗിൻസ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതായത് സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ ലഘു പോഷക ഘടകങ്ങളുടെ അബ്സോർപ്ഷൻ അതായത് ആഗിരണം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. ഹൗ ഫാർ ഈസ് ദി സ്ട്രക്ചർ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്യൂട്ടബിൾ ഫോർ ദിസ്? അനലൈസ് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ. പ്രിപ്പയർ നോട്ട്സ് ഇൻ യുവർ സയൻസ് ഡയറി. അതായത് ചെറുകുടലിൽ ഇതിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഘടന എത്രമാത്രം യോജിച്ചതാണ്, അതിൻ്റെ തന്നിരിക്കുന്ന വിവരണം അനുസരിച്ച് ഒരു വിശകലനം നടത്തി സയൻസ് ഡയറിയിൽ എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിവരണം നോക്കിയാലോ? ഇത് നോക്കിയേ, താഴെ എന്താ നമ്മൾ കാണുന്നത്? വില്ലസ്. കണ്ട, ഈ വില്ലസിൽ നോക്കിയേ, ഇങ്ങനെ മടക്കുകളായിട്ട് കാണപ്പെടുന്നത് കണ്ടോ? ഈ വില്ലസിൻ്റെ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ദേ ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ? ഈ വില്ലസ് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. എന്തൊക്കെയുണ്ട് ആ വില്ലസിലെന്ന് നോക്കിയേ. ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, പിന്നെന്താണ്, ലാക്ടിയൽ ഉണ്ട്, ബ്രാഞ്ച് ഓഫ് ആർട്ടറി ഉണ്ട്, ലിംബ് ഡക്റ്റ് ഉണ്ട്, ബ്രാഞ്ച് ഓഫ് വെയിൻ ഉണ്ട്. മലയാളം മീഡിയംകാർക്ക് എങ്ങനെയാ പറയുക? രക്തലോമിയകളുണ്ട്. ബ്ലഡ് കാപ്പിലറീസിനെ പറയുന്നത് എന്താണ്? രക്തലോമിയൽ. ലാക്ടിയലിന് ലാക്ടിയൽ എന്ന് തന്നെ പറയുന്നു. പിന്നെന്താണ്? ബ്രാഞ്ച് ഓഫ് ആർട്ടറി, ധമനിയുടെ ശാഖ. ലിംബ് ഡക്റ്റ്, ലിംബ് വാഹി. പിന്നെന്താണ്? ബ്രാഞ്ച് ഓഫ് വെയിൻ, അതായത് സിരയുടെ ശാഖ. എന്തൊക്കെയുണ്ട്? അപ്പോൾ ഒരു വില്ലസിൻ്റെ സ്ട്രക്ചർ എടുത്താൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റും? ബ്ലഡ് കാപ്പിലറീസ്, ലാക്ടിയൽ, ബ്രാഞ്ച് ഓഫ് ആർട്ടറി, ലിംബ് ഡക്റ്റ് ആൻഡ് ബ്രാഞ്ച് ഓഫ് വെയിൻ എന്നിവ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താണെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്? ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബ്ലഡ് കാപ്പിലറീസ് നോക്കിയേ. ബ്ലഡ് കാപ്പിലറീസ് എന്ന് വെച്ചാൽ എന്തുവാ? രക്തലോമികകൾ. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? അതെന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ എങ്ങോട്ട് ആഗിരണം ചെയ്യപ്പെടുന്നു? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ഇനി അടുത്ത എന്താ? ലാക്ടിയൽ. ലാക്ടിയലിൻ്റെ ഫംഗ്ഷൻ എന്താ വരിക? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ഇൻ ടു ലിംബ് ഓഫ് ലാക്ടിയൽ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടിയൽക്കുള്ളിലെ ലിംബിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ലിംബിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് കാപ്പിലറീസും ലാക്ടിയലും അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികളുടെ ഫംഗ്ഷൻ എന്താ? അതെന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. അതായത് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡിനെയും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ലാക്ടിയൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ഇൻ ടു ലിംബ് ഓഫ് ലാക്ടിയൽ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടിയൽക്കുള്ളിലെ ലിംബിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു, ലിംബിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിച്ചാലോ? എങ്ങനെ വരും? വില്ലേ ആ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദി വോൾ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലേ എന്താണ്? വില്ലേ എന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ, വോളിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗമാണ്. എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അഥവാ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ, വോളിൽ കാണപ്പെടുന്ന സ്മോൾ ഫിംഗേഴ്സ് പോലുള്ള ഭാഗമാണ്, സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗമാണ് വില്ലേ അഥവാ വില്ലസ്. These increase the surface area of absorption of nutrients to a great extent within the small intestine. ഇവ എന്താ ചെയ്യുന്നത്? ഇവ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തെ അതായത് ചെറുകുടലിനകത്തെ പോഷകങ്ങളെ ആഗിരണത്തിനുള്ള സർഫസ് ഏരിയ അഥവാ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഈ വില്ലയുടെ ധർമ്മം എന്താ? ഈ വില്ലയുടെ ഫംഗ്ഷൻ എന്താണ്? ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തെ അതായത് ചെറുകുടലിനകത്തെ ന്യൂട്രിയൻസിൻ്റെ, പോഷകത്തിൻ്റെ ആഗിരണത്തിനുള്ള, അബ്സോർപ്ഷനുള്ള
പ്രതല വിസ്തീർണം സർഫസ് ഏരിയ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഇവ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. Villi are covered with a single layer of cells. They also containing blood capillaries and lacteals, the limb capillaries. അതായത് വില്ല എന്ന് പറഞ്ഞത് ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ഈ വില്ലയാണ് അല്ലേ. വില്ലകൾ എങ്ങനെയാണ്? ഒറ്റ നിര കോശങ്ങളാലാണ് ഇത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ് ഇത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വില്ലകളിൽ രക്തലോമികകളും, രക്തലോമികൾ എന്ന് വെച്ചാൽ എന്താ? ബ്ലഡ് ക്യാപ്പിലറീസും പിന്നെ എന്താണ്? ലിംബ് ലോമികളായ ലാക്ടിയലും. ലാക്ടിയൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ലിംബ് ക്യാപ്പിലറീസിൽ അതായത് ലിംബ് ലോമികളായ ലാക്ടിയലും പിന്നെ കാണപ്പെടുന്നു. അപ്പോൾ എന്താണ്? ഈ വില്ല എന്ന് പറഞ്ഞത് ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ്. അവിടെ എന്തൊക്കെ കാണപ്പെടുന്നു? രക്തലോമികളും ലിംബ് ലോമികളായ ലാക്ടിയലും കാണപ്പെടുന്നു. അപ്പം ഇതെന്താ നമ്മൾ പഠിച്ചത്? വില്ല ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. They also contain blood capillaries and lacteal, the limb capillaries. പിന്നെന്താണ്? അടുത്തെന്താ? വാട്ടർ soluble simple nutrients are absorbed into blood. You can assume why fatty acids and glycerol are not absorbed into blood. Absorption of nutrients and 90% of water take place through villi. അപ്പോൾ എന്തുവാ ഈ പറഞ്ഞ ഈ 3 സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ വരിക? അതായത് ഈ ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എന്താ നേരത്തെ നമ്മൾ പഠിച്ചത്? ഈ വില്ലസുകൾ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തുള്ള ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാനുള്ള സർഫസ് ഏരിയ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അപ്പം ഈ ജലത്തിൽ ലയിക്കുന്ന ഈ ലഘു പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്തുകൊണ്ടാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തത്? അതെന്തുകൊണ്ടാണ്? അത് ഇൻസോല്യൂബിളാണ്. അത് ജലത്തിൽ ലയിക്കുമോ? ഇല്ല. അതുകൊണ്ട് അത് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. പോഷക ഘടകങ്ങളുടെ ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് എവിടെ നിന്നാണ്? വില്ലസിലൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നോടെ ഞാൻ പറയാം. വാട്ടർ സോലുബിൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. അതായത് ജലത്തിലൂടെയാണ് ഈ ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങളാണ് എങ്ങോട്ട്? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. അത് കാരണം എന്താണ്? അത് ജലത്തിൽ ലയിക്കണില്ല. അപ്പം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് 90% ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ത്രൂ വില്ലൈ. അതായത് ന്യൂട്രിയൻസിൻ്റെ ഏകദേശം 90% 90% എവിടെ കൂടിയാണ്? ജലത്തിൻ്റെ അബ്സോർപ്ഷൻ എവിടെ കൂടിയാണ് നടക്കുന്നത്? വില്ലസിലൂടെയാണ്. ന്യൂട്രിയൻസിൻ്റെ പോഷക ഘടകങ്ങളുടെ ഏകദേശം 90%, അത് ഏകദേശം 90% വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്ന എവിടം വഴിയാണ്? വില്ലസിലൂടെയാണ്. ഇനിയിപ്പം ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സാണ്. എന്താണ്? സൂചനകൾ എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് വില്ലസ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എത്രയാ അറിയാവോ? 67 മീറ്റർ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത്. ഏതാണ്? 67 മീറ്റർ. ആൻഡ് സ്ട്രക്ചർ ഓഫ് വില്ലസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലേ? വേണ്ടേ? ഇതാണ് സ്ട്രക്ചർ ഓഫ് വില്ലസ്. കണ്ടോ? ഇതൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. ബ്ലഡ് ക്യാപ്പിലറീസ് അടയാളപ്പെടുത്തണം, ലാക്ടിയൽ അടയാളപ്പെടുത്തണം, പിന്നെ ബ്രാഞ്ച് ഓഫ് ആർട്ടറി, ലിംബ് ഡക്റ്റ്, ബ്രാഞ്ച് ഓഫ് വെയിൻ, ഇതെല്ലാം അടയാളപ്പെടുത്തണം. അതായത് രക്തരോമികളും ലാക്ടിയലും ധമനിയുടെ ശാഖ, ലിംബ് വാഹി, ശിരയുടെ ശാഖ, ഇതെല്ലാം അടയാളപ്പെടുത്തണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും, ഒരു 1 വേർഡെങ്കിലും വരാതിരിക്കത്തില്ല. വില്ല ആൻഡ് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. സെക്കൻഡ് എന്താണ്? വില്ലകളും
വില്ലസുകളും ആഗിരണത്തിൻ്റെ പ്രതല വിസ്തീർണവും. വില്ലസുകളും അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വില്ലേ ആൻഡ് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. എന്താണ് വില്ലേ എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. വില്ലേ എന്താണ് വില്ലേ? വില്ലേ ആർ സ്മോൾ ഫിംഗേഴ്സ് ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദി വോൾ ഓഫ് ദി ഇൻഡസ്റ്റൈൻ. എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൻ്റെ ഭിത്തിയിൽ വോളിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലേ അഥവാ വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗമാണ് എന്ത്? വില്ലസുകൾ അഥവാ വില്ലേ. പിന്നെ അതിൻ്റെ സർഫസ് ഏരിയയുടെ ഇപ്പം എന്താണ് നമ്മൾ എഴുതേണ്ടത്? പ്രതല വിസ്തീർണം എന്താ? അതേക്കുറിച്ച് എഴുതണ്ടേ. ദീസ് ഇൻക്രീസ് ദി സ്ട്രക്ചർ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വിത്തിൻ ദി സ്മോൾ ഇൻഡസ്റ്റൈൻ. ഇവ സ്മോൾ ഇൻഡസ്റ്റൈനകത്തെ ന്യൂട്രിയൻസിനെ അഥവാ പോഷകത്തെ ആഗിരണത്തിനുള്ള അബ്സോർപ്ഷനുള്ള പ്രതല വിസ്തീർണം സർഫസ് ഏരിയ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഇവ ചെറുകുടലിനകത്തെ പോഷകത്തെ ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേക മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ ഇത് അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഈ രണ്ടെണ്ണമാണ്, അതായത് വില്ലേ തൊട്ട് പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ, അതായത് വിത്തിൻ ദി സ്മോൾ ഇൻഡസ്റ്റൈൻ, അത്രയാണ് രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ നോക്കിയേ, അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ബ്ലഡ്. അത് നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ. എന്താണ് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ദി ബ്ലഡ്? എന്താണ് വരുന്നത് നോക്കിയേ. ബ്ലഡ് കാപ്പിലറീസ് നോക്കിയേ. എന്താണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ബ്ലഡ് കാപ്പിലറീസ് നമ്മൾ പഠിച്ചില്ലേ. എന്താണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും എങ്ങോട്ട് ആഗിരണം ചെയ്യപ്പെടുന്നു? രക്തത്തിലേക്ക്, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ എന്താണ് വരുന്നത്? ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ബ്ലഡ് എന്നുള്ളതിൻ്റെ ആൻസർ ഏതാ വരേണ്ടത്? ഈ ഒരു ബ്ലഡ് കാപ്പിലറീസിൻ്റെതാണ് വരേണ്ടത്. എന്താണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ഇനി അടുത്ത എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ലിംബ്. അതായത് സിമ്പിൾ ലിംബിലേക്കുള്ള ന്യൂട്രിയൻസിൻ്റെ, സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ ആഗിരണം, അബ്സോർപ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ലിംബ് എന്താണ്? അത് നമ്മൾ പഠിച്ചല്ലോ. ലാക്റ്റിയലിൻ്റെ താഴെ നോക്കിയേ. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ഇൻ ടു ലിംബ് ഓഫ് ലാക്റ്റിയൽ. എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽക്കുള്ളിലെ ലിംബിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇതാണ് അബ്സോർപ്ഷൻ ഓഫ്, ഇവിടെ ഇത് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ലിംബിൻ്റെ ആൻസർ ഏതാ വരിക? ഫാറ്റി ആസിഡ് ഗ്ലിസറോളും ലാക്റ്റിയൽക്കുള്ളിലെ ലിംബിലേക്ക് ആഗിരണം അഥവാ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് ഞാൻ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. You have understood that simple nutrients are absorbed into blood and lymph through the walls of blood capillaries and lacteal. അതായത് ഈ സിമ്പിൾ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, ലഘു പോഷക ഘടകങ്ങൾ, അത് രക്തത്തിലേക്കും ബ്ലഡിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നത് രക്തലോമികളുടെയും ലാക്റ്റിയലുടെയും ഭിത്തിയിലൂടെയാണെന്ന് മനസ്സിലായല്ലോ എന്നാണ് പറയുന്നത്. അതായത് സിമ്പിൾ ന്യൂട്രിയൻസ് ബ്ലഡിലേക്കും ലിംബിലേക്കും അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡ് കാപ്പിലറീസിൻ്റെയും പിന്നെ എന്തിൻ്റെയാണ്? ലിംബിൻ്റെയും ഇതിൽ ലിം കാപ്പിലറീസിൻ്റെയും ഭിത്തിയിലൂടെയാണല്ലോ. ലിം കാപ്പിലറീസ് ലാക്റ്റിയലിൻ്റെയും വോളിലൂടെയാണല്ലോ എന്ന് നിങ്ങൾ മനസ്സിലായല്ലോ എന്നാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാണ് ചോദിക്കുന്നത്. The cell in this wall also play a role in this process. അതായത് ഇതിലെ ഭിത്തിയിലെ ഈ കോശങ്ങൾക്കും അതിന് ഈ ഭിത്തിയിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞല്ലോ ഇത് അബ്സോർബ് ചെയ്യുന്നത്. ആ ഭിത്തിയിൽ കോശങ്ങളുണ്ടാവില്ലേ, ആ കോശങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. They are certain process working behind the movement of molecule in and out of the cell. ഈ കോശത്തിന്, അതായത് സെല്ലിനകത്തേക്കും പുറത്തേക്കും
മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ കടന്നു പോകുന്നതിൻ്റെ പിന്നിലെ ചില പ്രക്രിയകളുണ്ട്. അതായത് സെല്ലിന് കോശത്തിനകത്തേക്കും പുറത്തേക്കും തന്മാത്രകൾ അഥവാ മോളിക്യൂളുകൾ പോകുന്നതിൻ്റെ പിന്നിൽ കുറച്ച് പ്രക്രിയകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. Based on the indicators, analyze the description given below and write notes in this science diary. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന വിവരണം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ചെറിയൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ കൊണ്ട് നിർത്താം. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അയക്കാവുന്നതാണ്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.